അപ്പോൾ മെഡിക്കൽ കോളേജുകളിൽ കഴിഞ്ഞ സാമ്പത്തിക വർഷം അനുവദിച്ച ഫണ്ടിൽ തന്നെ പദ്ധതി വിഹിതത്തിൽ വെട്ടിക്കുറവ് വന്നു, 146 കോടിയുടെ കുറവ് വന്നു എന്നുള്ളത് നിയമസഭാ രേഖകൾ അടക്കം ഉദ്ധരിച്ചുകൊണ്ടാണ് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തത്. വസ്തുതയാണ്. നിയമസഭാ രേഖ ഏത് മാസത്തെയാണ്? ഏത് മാസത്തെ അല്ല, നിയമസഭാ രേഖ ഏത് മാസത്തെയാണെന്നുള്ളത് പ്രസക്തമാണ്. ഇപ്പോൾ ഞാനത് 1-2 മാധ്യമങ്ങളിൽ ഇങ്ങനെ വന്നതായിട്ട് എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടു. അപ്പോൾ ഈ നിയമസഭാ രേഖ ജനുവരി മാസത്തിലോ മറ്റോ നിയമസഭയിൽ ജനുവരി ഫെബ്രുവരി മാസങ്ങളിൽ നമ്മൾ കൊടുത്തതിൻ്റെ അടിസ്ഥാനത്തിൽ ചോദ്യം ചോദിക്കുമ്പോൾ സ്വാഭാവികമായിട്ട് നിയമസഭയിൽ കൊടുക്കും. പിന്നെ ഒരു കാര്യം, നമുക്ക് പരമാവധി ഫണ്ട് സംസ്ഥാന സർക്കാരിൻ്റെതായി, അത് മരുന്നിനാണെങ്കിലും അത് മറ്റ് ഇപ്പോൾ ഒരു ഉദാഹരണം പറഞ്ഞാൽ 2023-24 ഒരു സാമ്പത്തിക വർഷം കേന്ദ്രം 1 രൂപ തരാത്ത സാഹചര്യം ഉണ്ടല്ലോ. ഈ മുഴുവൻ കാര്യങ്ങളും സംസ്ഥാന സർക്കാരാണ് നടത്തിയിട്ടുള്ളത്. ഇപ്പോൾ തന്നെ പരിശോധിച്ചാൽ മനസ്സിലാകും, നമുക്ക് സംസ്ഥാന ബജറ്റ് വിഹിതത്തിൽ അനുവദിച്ചതിനേക്കാളും തുക മരുന്ന് വാങ്ങിക്കുന്നതിന് വേണ്ടി നൽകിയിട്ടുണ്ട്. ഏതാണ്ട് 357 കോടി രൂപയോളം തന്നിട്ടുണ്ട് കഴിഞ്ഞ സാമ്പത്തിക വർഷം. മരുന്ന് വാങ്ങുന്ന കാര്യം പറഞ്ഞോളൂ, ഞാൻ മറ്റ് വിഷയത്തിലേക്ക് ഒരിക്കലൂടെ മരുന്ന് വാങ്ങുന്ന കാര്യം പറഞ്ഞപ്പോൾ ഇപ്പോൾ മെഡിക്കൽ സർവീസ് കോർപ്പറേഷന് മരുന്ന് വാങ്ങാൻ വേണ്ടതിന്റെ 1/3 തുകയെ ബഡ്ജറ്ററി അലോക്കേഷൻ ആയിട്ടുള്ളൂ എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഇന്നത്തെ പത്രങ്ങളിൽ വന്ന വാർത്തയാണ്. ബഡ്ജറ്ററി അലോക്കേഷന് ഉപരിയായിട്ട് അഡീഷണൽ അലോട്ട്മെന്റ് ധനവകുപ്പ് നമുക്ക് നൽകുന്നുണ്ട്. ഇപ്പൊ നമ്മൾ കാണേണ്ടത് 2014, 15, 16 കാലയളവിൽ മെഡിക്കൽ സർവീസ് കോർപ്പറേഷനിലൂടെ നമ്മൾ പർച്ചേസ് ചെയ്തിരുന്ന മരുന്നിന്റെ തുക ആകെ വന്നിരുന്നത് ഏതാണ്ട് 130 കോടി രൂപയാണ്. പക്ഷെ ഇന്ന്, അതായത് ഈ കഴിഞ്ഞ സാമ്പത്തിക വർഷം നമുക്ക് ചെലവായ തുക ഏതാണ്ട് 1000 കോടി രൂപയ്ക്ക് അടുത്താണ്. ഇപ്പോൾ 2025-26 വരുമ്പോഴേക്കും 1007 കോടി രൂപയാണ് നമുക്ക് മരുന്നിന് ആവശ്യമായിട്ട് വരുന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞത് വലിയ ഗണ്യമായിട്ടുള്ള വർധന ഇതിൽ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ അവിടെ ഉള്ള ഒരു ചോദ്യം, ഇപ്പോൾ മെഡിക്കൽ സർവീസ് കോർപ്പറേഷനെ സംബന്ധിച്ച് ഞാൻ മനസ്സിലാക്കുന്നതനുസരിച്ച് വിവിധ മരുന്ന് കമ്പനികൾക്കായി ഇപ്പോൾ 693 കോടി രൂപ കുടിശ്ശികയുണ്ട്. അത് വർഷത്തിന്റെ കണക്കനുസരിച്ച് അടക്കം നോക്കൂ. ഇപ്പോൾ 2020-21 6.93 കോടി ആയിരുന്നെങ്കിൽ 2024-25 383.26 കോടിയാണ് മെഡിക്കൽ സർവീസ് കോർപ്പറേഷൻ മരുന്ന് വാങ്ങിയ ഇനത്തിൽ വിവിധ കമ്പനികൾക്ക് കൊടുക്കാനുള്ളത്. പക്ഷേ നാളെ മെഡിക്കൽ സർവീസ് കോർപ്പറേഷന് മരുന്ന് കിട്ടാതിരുന്നാൽ എന്ത് ചെയ്യും? ഇത് കൃത്യമായി മാനേജ് ചെയ്ത് തന്നെയാണ് സംസ്ഥാന സർക്കാരും ആരോഗ്യ വകുപ്പും അതുപോലെ ധനവകുപ്പും മെഡിക്കൽ സർവീസ് കോർപ്പറേഷനും പോകുന്നത്. നമ്മൾ കുടിശ്ശിക പൂർണ്ണമായിട്ടും തീർത്തിട്ട് മരുന്ന് വാങ്ങിച്ചു പോകുന്ന ഒരു രീതി ഒരു കാലത്തും ഉണ്ടായിട്ടില്ല. കാരണം നമുക്ക് ഒരു വശത്ത് ഈ പറയുന്നത് പോലെ കേന്ദ്രത്തിൽ നിന്ന് ലഭിക്കുന്ന വിഹിതം, അത് ഈ മരുന്ന് വാങ്ങിക്കുന്നതിന് നമുക്ക് ആ നിലയിൽ KMCL കൊടുക്കുന്നതിന് നമുക്ക് ലഭിക്കുന്നില്ല. അത് നമ്മുടെ സ്റ്റേറ്റിന്റെ ഷെയർ തന്നെയാണ്. പക്ഷെ മറ്റേതെങ്കിലുമൊക്കെ തലത്തിൽ NHMൽ നമുക്ക് ലഭിക്കേണ്ടതായിട്ടുള്ള തുക പ്രോപ്പറായിട്ട് ലഭിക്കുന്നില്ല. ഇനി മറ്റൊരു കാര്യം കൂടിയുണ്ടല്ലോ, ഇപ്പോൾ നമ്മളുടെ ഒരു ടോട്ടൽ ഇൻവെസ്റ്റ്മെന്റ് ഉണ്ട് ഹെൽത്ത് മേഖലയിൽ. ഇപ്പോൾ കിഫ്ബിയിലൂടെ മാത്രം 10,000 കോടി രൂപ ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെന്റിന് കേരളത്തിൽ ആശുപത്രികൾ ചെലവഴിച്ചു. ഒന്ന് ഓടിച്ചു നോക്കിയാൽ പാറശാല മുതൽ ഇങ്ങ് നമ്മുടെ ഓരോ ആശുപത്രികളും, ഞാൻ ഈ പറഞ്ഞ 700 കോടി രൂപ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ കിഫ്ബിയിലാണ്. അതിനുശേഷം നമ്മൾ അവിടേക്ക് പോകുമ്പോൾ കൊല്ലത്ത് കടക്കുമ്പോൾ കൊല്ലം ജില്ലാ ആശുപത്രിയുണ്ട്, അതിന് വിക്ടോറിയ ഹോസ്പിറ്റലുണ്ട്, കുണ്ട്ര ആശുപത്രി നിർമ്മാണം പൂർത്തിയായി. ഞാൻ പറയുന്നത് ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെന്റ് അഭൂതപൂർവമായിട്ടുള്ള അതുണ്ട്. അല്ല, ഞാൻ പറഞ്ഞത് ആ നിലയിലുള്ള ഇൻവെസ്റ്റ്മെന്റ് നമ്മൾ ആരോഗ്യ മേഖലയിൽ നടത്തുമ്പോഴും ഈ ആരോഗ്യ മേഖലയിൽ സർക്കാർ സംവിധാനത്തിൽ എത്തുന്ന രോഗികളുടെ എണ്ണത്തിൽ ഗണ്യമായ വർധനവുണ്ടായിട്ടുണ്ട്. അപ്പോൾ അതുപോലെ തസ്തികകൾ, ഈ ഒരു 9 വർഷം കൊണ്ട് കേരളത്തിൽ ആരോഗ്യ മേഖലയിൽ സൃഷ്ടിക്കപ്പെട്ട തസ്തികകൾ നോക്കിയാൽ കേരളത്തിന്റെ ചരിത്രത്തിൽ ഇതുവരെ സൃഷ്ടിക്കപ്പെട്ടില്ല. ആരോഗ്യ മേഖലയിലുള്ള ആളുകളോട് സംസാരിച്ചു, ശരി തസ്തിക സൃഷ്ടിച്ചില്ല എന്ന് ഞാൻ പറയുന്നില്ല, പക്ഷെ അത് മതിയാവുന്നതാണോ എന്ന പ്രശ്നമുണ്ട്. 1964 സ്റ്റാഫ് പാറ്റേൺ അനുസരിച്ചാണ് ഇപ്പോഴും പ്രവർത്തിക്കുന്നത് എന്ന് പരിദേവനം പറയുന്ന. അല്ല, സ്റ്റാഫ് പാറ്റേൺ പുതുക്കിയിട്ടില്ല. പക്ഷെ സ്റ്റാഫ് പാറ്റേൺ അനുസരിച്ചിട്ടല്ല ഡോക്ടേഴ്സിനെ നൽകുന്നത്. അന്നത്തെ സ്റ്റാഫ് പാറ്റേൺ അനുസരിച്ച് ഒരു ഡോക്ടർ നോക്കേണ്ടത് 200 പേഷ്യൻസിനെയൊക്കെയാണ്. അങ്ങനെയല്ല. അതായത് IP-യിൽ ഒരു ഡോക്ടർ നോക്കേണ്ടത് ഇത്ര പേഷ്യൻസിന്, അത് കാലഹരണപ്പെട്ട ഒന്നാണ്. അത് പുതുക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ശ്രമം നടക്കുന്നു. മെഡിക്കൽ കോളേജുകളിൽ മാത്രം 44 ഗൈനക്കോളജിസ്റ്റുകളുടെ ഒഴിവ് എന്തുകൊണ്ടാണ്? അത് കേസ് നിലനിൽക്കുന്നു. അതായത് വിഭാഗത്തിൽ 22 തസ്തിക. അത് രണ്ടും വളരെ പ്രധാനപ്പെട്ടതാണ്. അതായത് അസിസ്റ്റന്റ് പ്രൊഫസർ തസ്തികയിൽ ഗൈനക്കോളജി വിഭാഗത്തിലും ഓർത്തോ വിഭാഗത്തിലും കേസ് നിലനിൽക്കുന്നുണ്ട്. ഇപ്പൊ ഞങ്ങൾ കഴിഞ്ഞ ദിവസം എടുത്ത മീറ്റിംഗിൽ തീരുമാനിച്ചത് AG-യുമായിട്ടൊരു പ്രത്യേക മീറ്റിംഗ് വെച്ചുകൊണ്ട് ബഹുമാനപ്പെട്ട കോടതി മുൻപാകെ ഇക്കാര്യം ധരിപ്പിക്കണം. നോക്കൂ, വളരെ എസെൻഷ്യൽ ആയിട്ടുള്ള 2 സർവീസസിൽ അസിസ്റ്റന്റ് പ്രൊഫസേഴ്സിനെ എടുക്കാൻ നമുക്ക് കഴിയുന്നില്ല. എൻട്രി കേഡറിൽ ഡോക്ടേഴ്സിനെ എടുക്കാൻ കഴിയുന്നില്ല. വലിയ പ്രതിസന്ധി. ഇപ്പോൾ സാധാരണ മനുഷ്യർക്ക് തീർത്തും സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന ആളുകളെ പ്രസവത്തിനായി സമീപിക്കേണ്ട ആശുപത്രികളിൽ ഗൈനക് തസ്തിക ഇത്രയും എണ്ണം 44 എണ്ണം ഒഴിഞ്ഞു കിടക്കുന്നു. അതിന്റെ ഒക്കെ ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന അത് സർക്കാരിന്റെ പ്രശ്നം കൊണ്ടല്ല, അത് കോടതിയിൽ ഡോക്ടർമാർ തന്നെ കൊടുത്ത കേസിന്റെ ഫലമായിട്ടാണ്. ഒരു എസാർഷിപ്പുമായിട്ട് ബന്ധപ്പെട്ടിട്ടൊക്കെ ഇത് ഈ എൻട്രി കേഡർ തസ്തികകളിൽ നമുക്ക് കേസുകൾ നിലനിൽക്കുന്നുണ്ട്. ഗൈനക്കോളജിയിലും ഓർത്തോയിലും കേസുകൾ നിലനിൽക്കുന്നത് കൊണ്ട് അവിടെ ആളെ എടുക്കാൻ കഴിഞ്ഞില്ല.
കഴിയുന്നില്ല. ഈ പറഞ്ഞത് വളരെ ശരിയാണ്. 46 ഓ 47 തസ്തികകൾ ഗൈനക്കോളജി വിഭാഗത്തിൽ മാത്രം നമുക്ക് ഒഴിഞ്ഞു കിടക്കുന്നുണ്ട്. അവിടെയൊക്കെ നമ്മുടെ SR-മാരെ പഠിച്ചിറങ്ങിയ നമ്മുടെ കുട്ടികളെ തന്നെ പോസ്റ്റ് ചെയ്തുകൊണ്ട് വേക്കൻസികൾ ഫില്ല് ചെയ്യുന്നതിനാണ് നമ്മൾ ശ്രമിച്ചിട്ടുള്ളത്. അപ്പോൾ ബഹുമാനപ്പെട്ട കോടതിയുടെ മുൻപാകെ അത് ഫില്ല് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള സഹായം ഉണ്ടാകണം. അതായത് ഈ കേസിന്റെ ഒരു സ്പീഡി ആയിട്ടുള്ള ഡിസ്പോസൽ ഉണ്ടാകണം എന്നുള്ളത് നമ്മൾ ആവശ്യപ്പെടുന്നുണ്ട്. പ്രശ്നം എന്തായാലും അത് അനുഭവിക്കേണ്ടി വരുന്നത് ജനങ്ങളാണെന്നുള്ള പ്രശ്നം ഇല്ല, അത് ഉണ്ടാകാതിരിക്കാൻ സർക്കാർ പകരം അവിടെ ആളെ നിയമിച്ചുകൊണ്ടാണ് മുന്നോട്ട് പോകുന്നത്.